തീർച്ചയായും. വ്യാഴാഴ്ച രാത്രിയോടെയാണ് മട്ടന്നൂർ നഗരസഭയുടെ വിവിധ മേഖലകളിൽ കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. മരുതായി, മേറ്റടി, കിളിയങ്ങാട് മേഖലയിലാണ് കാട്ടുപോത്തിനെ കണ്ടത്. വ്യാഴാഴ്ച രാത്രി 7:30 മേറ്റടിയിലെ ഒരു വീടിൻ്റെ പരിസരത്താണ് കാട്ടുപോത്തിനെ ആദ്യം കണ്ടത്. പിന്നീട് റോഡിലൂടെ പോകുന്ന കാട്ടുപോത്തിനെ വാഹനയാത്രക്കാരും കണ്ടു. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പിന്നീട് വെള്ളിയാമ്പറമ്പ് ഭാഗത്തെ മെയിൻ റോഡിലൂടെയായിരുന്നു കാട്ടുപോത്തിൻ്റെ യാത്ര. കാട്ടുപോത്ത് ജനവാസ മേഖലയിലാണെങ്കിലും ഇതുവരെ ആക്രമിക്കുകയോ നാശനഷ്ടം വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ജനം പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ ദിവസം ശിവപുരം, വെള്ളിലോട് മേഖലകളിലും മട്ടന്നൂർ, പരിയാരം, വെമ്പടി മേഖലകളിലും കാട്ടുപോത്തിനെ കണ്ടിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.